പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലെ നിശബ്ദ കാവൽക്കാരായി മാറുകയാണ് ഇവിടുത്തെ ആൽമരങ്ങൾ. സ്റ്റേഷനിലേക്ക് എത്തുന്നവരുടെ ശ്രദ്ധ ആദ്യം പതികിയ വർഷങ്ങളുടെ പഴക്കമുള്ള ഈ ആൽമരങ്ങളിലേക്കാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്തോളം പഴക്കമുള്ള ആൽമരങ്ങളുണ്ട് ഇവിടെ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത്. വളർന്നു പന്തലിച്ചു നിൽക്കുന്ന ഈ ആൽമരങ്ങൾ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വർഷങ്ങളായി തലയെടുപ്പോടെ നിൽക്കുന്ന ആൽമരങ്ങൾ ഇന്ന് സ്റ്റേഷന്റെ അനൗപചാരിക കാവൽക്കാരായി മാറിയിരിക്കുകയാണ്. വേനൽ ചൂടിൽ യാത്രക്കാരെ തണലിലാക്കി. മഴയിൽ കുടയാവുന്ന പോലെ പടർന്നു നിൽക്കുന്ന ഇവ കാലത്തിന്റെ സാക്ഷികളായി ഇങ്ങനെ നിലകൊള്ളുകയാണ്. വളർന്ന് പന്തലിച്ചു കിടക്കുന്ന മരത്തിൽ വലിഞ്ഞു മുറുകി താഴേക്ക് കിടക്കുന്ന വേരുകൾക്കും വള്ളിപ്പടർപ്പുകൾക്കും പ്രത്യേക സൗന്ദര്യമുണ്ട്. ഓക്സിജന്റെ കലവറ കൂടിയായ ഈ മരങ്ങൾ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ജീവനുള്ള ഉദാഹരണം കൂടിയായി മാറുകയാണ്. ചിലർക്കിത് വെറും മരങ്ങളായിരിക്കാം, പക്ഷേ പലർക്കും ഇത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ട് ഈ ആൽമരങ്ങൾ ഇവിടെ ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ചെറുപ്പത്തിലേ കാണുന്നു. ഞാൻ അടയാർ മിഡിൽ സ്കൂൾ 6ൽ പഠിക്കുമ്പോൾ ഇങ്ങനെ നടന്നു വന്നിട്ടെല്ലാം ഇങ്ങനെ കാണലുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് പിന്നെ നല്ല കാറ്റാണ്. ബ്രിട്ടീഷുകാരെ കാലത്തെ ഉണ്ടാക്കിയതാണ്, പക്ഷെ അവരെല്ലാം പരിതസ്ഥിതി നോക്കിയിട്ടുണ്ടാക്കിയതായി കണക്കായിട്ടുള്ള മരങ്ങളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം പിന്നീട് വന്നു. വികസനത്തിന്റെ പേരിൽ പല സ്ഥലങ്ങളിലും മരങ്ങൾ മുറിച്ചു മാറ്റപ്പെടുമ്പോൾ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലെ ഈ ആൽമരങ്ങൾ പ്രകൃതിയോടുള്ള മനുഷ്യന്റെ സഹവാസത്തിന്റെ നല്ല മാതൃകയായി നിലകൊള്ളുകയാണ്. ട്രെയിനുകൾ കിതച്ചോടുമ്പോഴും കാലം മാറുമ്പോഴും റെയിൽവേ സ്റ്റേഷനിലെ ആൽമരങ്ങൾ ഇതേപടി നിലനിൽക്കണമെന്നാണ് പ്രകൃതി സ്നേഹികൾ ആഗ്രഹിക്കുന്നത്. ഇവ ഇനിയും നിലനിൽക്കണം. യാത്രക്കാരെ തണലിലാക്കി, കഥകൾ കേട്ട്, ഓർമ്മകൾ സൂക്ഷിച്ച് ഒരു സ്റ്റേഷൻ ജീവനോടെ നിലനിൽക്കാൻ വേണ്ടത് എന്തെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ആൽമരങ്ങൾ കൗതുക കാഴ്ചയാവുന്നു എന്നതിനപ്പുറം പ്രകൃതി സംരക്ഷണത്തിന്റെ ഒരു ഉദാത്ത മാതൃക കൂടിയാണ്. നികേഷ് താവത്തിനോടൊപ്പം ഷരീമരാജൻ, കണ്ണൂർ വിഷൻ.